ഒരു അവധി ദിവസം എങ്ങനെ സന്തോഷകരമാക്കാമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഒരു പാറയ്ക്കുള്ളിൽ ഒരു ഗുഹാക്ഷേത്രവും ആ പാറയുടെ മുകളിൽ ഒരു പാർക്കുമുള്ള വിവരം ഞങ്ങൾ അറിയുന്നത് കേട്ടോ. തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്കൊക്കെ അറിയാം, എന്നാലും ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ തിരുവനന്തപുരത്തിൻ്റെതായ ഒരു തിക്കുകളോ തിരക്കുകളോ ഇല്ലാത്ത തീർത്തും സമാധാനപരമായ ഒരു ഗ്രാമം, അതാണ് മടവൂർ. പോത്തൻകോടിനും ചെമ്പഴന്തിക്കും മധ്യയായി സ്ഥിതി ചെയ്യുന്ന മടവൂർ എന്ന വലിയൊരു പാറ, അവിടെയുള്ള ഒരു ഗുഹാക്ഷേത്രം. 9-ാം നൂറ്റാണ്ടിൽ പണി കഴിച്ചതെന്ന് കരുതുന്ന മടവൂർ ക്ഷേത്രം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 300 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ തന്നെ പ്രധാന ഗുഹാക്ഷേത്രങ്ങളിലൊന്നാണ് മടവൂർ പാറ. ക്ഷേത്രത്തിലുള്ള വിഗ്രഹങ്ങളെല്ലാം അതിൻ്റെ തൂണുകളും ഒക്കെ തന്നെയും മടവൂർ പാറയിലെ ശിലകൾ കൊണ്ടുതന്നെ പാറ തുരന്ന് നിർമ്മിച്ചവയാണ്. ശ്രീകോവിൽ ഉള്ളിലെ പീഠം, ശിവലിംഗം, ക്ഷേത്രത്തിൻ്റെ തൂണുകൾ, വശങ്ങളിലെ സുബ്രഹ്മണ്യൻ്റെയും ഗണപതിയുടെയും വിഗ്രഹങ്ങൾ എല്ലാം ഈ പാറ തുരന്നുണ്ടാക്കിയത് തന്നെ. ചതുരാകൃതിയിൽ പാറയ്ക്കുള്ളിലേക്ക് തുരന്നാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന് മുകളിലേക്ക് കയറുവാൻ പാറയിൽ തന്നെ തീർത്തിട്ടുള്ള 33 പടികളുമുണ്ട്. പടികൾ തീരുന്നിടത്ത് ക്ഷേത്ര ദർശനത്തിനായി കുറച്ച് ഭാഗം മുന്നിൽ പാറ ചെത്തി ഒരുക്കിയിട്ടുമുണ്ട്. അവിടെ നിന്ന് നമുക്ക് സുഖമായി ദർശനം നടത്താനും അവിടെ നിന്നുള്ള പ്രസാദങ്ങൾ നമുക്ക് വാങ്ങാനും ഒക്കെ പറ്റും. ക്ഷേത്ര പരിസരത്ത് തന്നെ ഒരിക്കലും പറ്റാത്തൊരു ഗംഗാതീർത്ഥം എന്ന് വിളിക്കുന്ന മനോഹരമായ ഒരു കുളമുണ്ട്. പക്ഷേ ആ കുളം ഞങ്ങൾക്ക് കാണാനുള്ള ഭാഗ്യം കിട്ടിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ മോള് കൂടുണ്ടായിരുന്നു. അവിടെ കയറുമ്പോൾ ചെറിയൊരു റോപ്പ് കെട്ടിയിട്ടുണ്ട്. ആ റോപ്പിൽ പിടിച്ചൊക്കെ വേണം പോകാൻ. എങ്ങാനും സ്ലിപ്പായി പോയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയാലോ എന്നുള്ള പേടിയില്ല. എന്നാലും ഒരു റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെടുത്തില്ല. അതുകൊണ്ട് മാത്രം അതിലേക്ക് കയറാൻ പറ്റിയില്ല. ഞങ്ങൾ ആ റോഡ് ഇറങ്ങി തിരിച്ച് നമ്മൾ ഒരു റൗണ്ട് വെക്കുമ്പോൾ ആ റോഡിനും ഈ പാറയ്ക്ക് മുകളിലായി നമുക്ക് എത്താൻ പറ്റും. ഞാനിനി ഒരു സത്യം പറയാം, എൻ്റെ കുഞ്ഞിന് ഇവിടെ വരാൻ ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അതിന് കാരണമെന്ന് പറയുന്നത് ഇവിടെ പാർക്കില്ല, കളിക്കാൻ പറ്റത്തില്ല. ഈ പാറയുടെ മുകളിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ, എനിക്കെന്ത് കാണാനാ എന്നുള്ളൊരു മനോഭാവമായിരുന്നു അവൾക്ക്. പക്ഷെ അങ്ങനെയല്ല, ഫാമിലിയായിട്ട് പോകാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഈ മടവൂർ പാറ. അവൾക്ക് കയറാൻ തന്നെ, ഈ പടികളും കയറാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് കയറിക്കോളാന്ന് പറഞ്ഞിട്ട് അപ്പാടെ കയ്യിൽ പിടിച്ച് കയറുന്നുണ്ട്. എന്നാലും മടവൂർ പാറയുടെ മുകളിൽ നിന്നുള്ള അതിമനോഹരമായ ദൃശ്യങ്ങൾ നല്ലൊരനുഭവം തന്നെയാണ്. ഇവിടെ നിന്നുകൊണ്ട് സൂര്യോദയവും സൂര്യാസ്തമയവും കാണാൻ പറ്റും. ഞങ്ങൾ ചെന്നത് വൈകുന്നേരമായതുകൊണ്ട് തീർച്ചയായിട്ടും സൂര്യാസ്തമയം നമുക്ക് കാണാൻ പറ്റി. തിരുവനന്തപുരം നഗരം അടുത്ത് തന്നെ ആയതുകൊണ്ട് പത്മനാഭ ക്ഷേത്രവും കനകക്കുന്ന് കൊട്ടാരവും കാഴ്ച ബംഗ്ലാവും പ്ലാനറ്റോറിയവും ലുലു മാളും കഴക്കൂട്ടവും ഒക്കെ നമുക്കിവിടെ നിന്നാൽ കാണാൻ പറ്റും. ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. ഇവിടെ നിന്ന് കഴക്കൂട്ടം കിളിമാനൂർ റോഡ് വഴി 20 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. അവിടെ എത്താൻ വേണ്ടി ശ്രീകാര്യം വഴി പോത്തൻകോട് റോഡിലൂടെ ഏകദേശം 17 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ മതി. സമയം സമാധാനമായിട്ടിരിക്കാനും തൻ്റെ കുഞ്ഞിനോടും ഭർത്താവിനോടും അമ്മയോടും അപ്പനോടും ഒക്കെ കൂടെ കുറച്ച് സമയം സൂര്യാസ്തമയവും സൂര്യോദയവും ഒക്കെ കണ്ട് കുറച്ച് സമയം ഇരിക്കാനും അവിടെ പാറയുടെ മുകളിലിരുന്ന് ഫുഡ് കഴിക്കാനും ഒക്കെ ആയിട്ട് അടിപൊളി ഒരു സ്പേസ്. മടവൂർ പാറ എല്ലാവരും പോവേണ്ട സ്ഥലം തന്നെ. പക്ഷേ ഈ ഒരു മുള കൊണ്ട് തീർത്ത ഈ പാലം കാണാൻ അതുമാത്രമായി കാണാൻ ആരും പോവേണ്ട. കാരണം കയറാൻ പറ്റില്ല. അവിടെ 2010 നിർമ്മിച്ചതാണ്. അതിൻ്റെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയിട്ട് അതിപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. പാലം ശോചനീയാവസ്ഥയിലാണ്. അതുകൊണ്ട് താൽക്കാലികമായി അടച്ചിട്ടിരിക്കുക. ഇവിടെ തിങ്കളാഴ്ച ദിവസം അവധിയാണ് കേട്ടോ. ഇവിടെ കയറാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഞായറാഴ്ചയൊക്കെ ഓപ്പൺ ദിവസമാണ്. തിങ്കളാഴ്ച ദിവസം അവധി ദിവസങ്ങളാണ് കേട്ടോ. ആരും പോകാത്ത ഒരു അടുത്ത സ്ഥലം കണ്ടുപിടിച്ച് ഇനിയും അടുത്തൊരു വീഡിയോയുമായി വരാം. ബൈ ബൈ.